ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. മാറുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും കൂടാതെ ഒരു റിവിഷൻ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ എടുക്കുക. ക്വസ്റ്റ്യനും ആൻസറും മാത്രം നോക്കി പഠിക്കാതെ അതിന്റെ ഓപ്ഷൻസും അനലൈസ് ചെയ്ത് ആ ഓപ്ഷൻസിൽ നിന്ന് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇനി ഈ ഏരിയയിൽ നിന്ന് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ JPHന്റെ എക്സാം അല്ലെ, JPHന്റെ എക്സാം ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. നമുക്ക് ഏകദേശം ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ തന്നെ റിവിഷൻ പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. റാങ്ക് ലിസ്റ്റ് മുകളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പാക്കാനും കഴിയത്തുള്ളൂ അല്ലെ. അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നത് നമുക്കിനി കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പിന്നെ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അതുകൂടാതെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ട ടൈമാണിത് കേട്ടോ. അപ്പം നമ്മുടെ എജൂസ് അക്കാഡമി ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് JPHന്റെ ക്ലാസ്സസ് നടന്നു വരുന്നു. കൂടാതെ ഒരു റിവിഷൻ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ എടുക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ആക്ച്വലി നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പൊ ചെയ്തു വരിക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരാറില്ല. ചോദിക്കാറുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പക്ഷേ സെയിം ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സെയിം ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഏരിയ ഒന്ന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതുവഴി നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതാനും കഴിയും കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ സെയിം കാര്യം, അതായത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ സീരീസ്, ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. അതായത് ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി റാങ്ക് ബൂസ്റ്റർ പാക്കിൽ അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് പഠിക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ കേട്ടോ. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ വെർ ലോഞ്ച്ഡ് ബൈ, ആരാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ WHO in 1998, option B UN in 2000, option C WHO in 2000, ഓപ്ഷൻ ഡി UN in 1998 അല്ലേ. അപ്പം രണ്ട് കാര്യങ്ങൾ ഇവിടെ വന്നേക്കുന്നത്, ഒന്ന് WHO UN, പിന്നെ 1998 2000. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ മാറിയും തിരിച്ചൊക്കെ ചോദിച്ചേക്കാണ്. അപ്പം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആരാണ് ലോഞ്ച് ചെയ്തത്? ഐഡിയ ഉണ്ടോ? മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ലോഞ്ച് ചെയ്തത് UN ആണ്, അതായത് യുണൈറ്റഡ് നേഷൻസ് ആണ്. ഇൻ 2000 ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ലോഞ്ച് ചെയ്തത് കേട്ടോ, 2000. സോ നമുക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കാം. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കേട്ടോ, ലോഞ്ച്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഇൻ 2000 ആസ് എ ഗ്ലോബൽ എഫേർട്ട് ടു അഡ്രസ് മേജർ ഡെവലപ്മെന്റ് ചലഞ്ചസ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ചലഞ്ചസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഫേസ് ചെയ്യേണ്ടുന്ന ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ എയിം എന്തായിരുന്നു? അഡ്രസ് മേജർ ഡെവലപ്മെന്റൽ ചലഞ്ചസ് ബൈ 2015, അതായത് 2015ഓടെ മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ചലഞ്ചസ് ഒക്കെ അഡ്രസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആക്ച്വലി ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് UN ഈ 2000 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഇതിൽ വരുന്ന ഗോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾസ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവര് ഫോക്കസ് ചെയ്തിരുന്ന ഗോൾസ് എന്തൊക്കെ ആണെന്നുള്ളതാണ്. സോ ഫസ്റ്റ്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ കേട്ടോ. എക്സ്ട്രീം പോവേർട്ടിയും അതുപോലെ തന്നെ ഹങ്കറും എന്ത് ചെയ്യുക? ഇറാഡിക്കേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും, അതായത് എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായിട്ട് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ അല്ലെ, സ്ത്രീകളെ എംപവർ ചെയ്യുകയും അല്ലെ, നമ്മുടെ അമ്മയും അമ്മമാരെ പെങ്ങന്മാരെയൊക്കെ എന്ത് ചെയ്യുക? എംപവർ ചെയ്യുക. കൂടാതെ ജെൻഡർ ഇക്വാലിറ്റി കേട്ടോ, ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക. നാലാമതായിട്ട് വരുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ചൈൽഡ് മോർട്ടാലിറ്റി കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. കൂടാതെ ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, അമ്മമാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. കോമ്പാറ്റ് HIV AIDS
മലേറിയ ആൻഡ് അതർ ഡിസീസ്, മേജർ ആയിട്ടുള്ള ഡിസീസ് ആയിട്ടുള്ള HIV/AIDS, മലേറിയ, പിന്നെ അതുപോലെയുള്ള പല ഡിസീസും എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ എൻഷുർ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. ഇതായിരുന്നു ആക്ച്വലി നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാം which among the following is coming അല്ലെങ്കിൽ നോട്ട് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് WHO ഫോർമേഷൻ ഡേ, WHO ഫോം ചെയ്ത ഡേ എന്നാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. സോ ഓപ്ഷൻ എ April 7, ഓപ്ഷൻ ബി May 5, ഓപ്ഷൻ സി June 10, ഓപ്ഷൻ ഡി July 10 എന്നാണ് WHO ഫോം ചെയ്തത്. വളരെ സിമ്പിൾ അല്ലേ. എന്താണ്, അതായത് ഓപ്ഷൻ എ ആണ് April 7 ആണ് WHO ഫോം ചെയ്ത ഡേ വരുന്നത് അല്ലെ, ഡേറ്റ് വരുന്നത് അല്ലേ. സോ നമുക്ക് WHO കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്, മാറി തിരിഞ്ഞൊക്കെ വേറെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം WHO എന്ന് പറയുന്നത് ഫോം ചെയ്തത് 7th April അല്ലെ, 7th April 1948, 1948 ഏപ്രിൽ 7 WHO ഫോം ചെയ്തത്. ഇവിടെ നിന്ന് ഇനി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, WHO ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് അല്ലെ. WHO ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ വരിക? WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരിക ജനീവ, അതായത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് WHO ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. പിന്നെ ചോദിക്കാം, ഫസ്റ്റ് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഏത് വർഷമാണ്? ഫോം ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ 1948 ആണ് ഫോം ചെയ്തത്. ആദ്യമായിട്ട് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് 1950 അല്ലെ, 1950 വേൾഡ് ഹെൽത്ത് ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഈ തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2024 ഇപ്പൊ കഴിഞ്ഞു പോയ ഹെൽത്ത് ഡേയുടെ തീമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് WHO 2024 തീം. അപ്പോൾ തീം പഠിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 3-4 വർഷത്തെ പഠിച്ചു വെച്ചേക്കണം. 22, 23, 24, 25 ആ രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. കാരണം ചിലപ്പോൾ ചോദിക്കാം 23 തീം എന്തായിരുന്നു, 24 തീം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പൊ 24 മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ്, which among the following is ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് കേട്ടോ. സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്തിന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് ഹെൽത്ത്, ഓപ്ഷൻ സി യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ, ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. അപ്പൊ ഇതിൽ ആരാണ് ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത്? അപ്പൊ സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്തിന്റെ ചെയർമാൻ ആരായിരിക്കും? നമ്മുടെ എന്താ ഓപ്ഷൻ സി ആണ് അല്ലെ, അതായത് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ് നമ്മുടെ ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ പ്രസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? യെസ്, ഇപ്പൊ ആരാണ്? ഇപ്പൊ JP നഡ്ഡ അല്ലെ, JP നഡ്ഡ, ജഗത് പ്രകാശ് നഡ്ഡ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അല്ലെങ്കിൽ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. സോ സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്താണ്? ഈ സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്താണ് എന്നുള്ളതാണ്. സോ ദ അപെക്സ് അഡ്വൈസറി ബോഡി ഇൻ ഇന്ത്യ ഫോർ ഫോർമുലേറ്റിംഗ് ആൻഡ് റിവ്യൂവിംഗ് ഹെൽത്ത് പോളിസീസ്. അതായത് നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് കേട്ടോ, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക കേട്ടോ, അത് ഫോർമുലേറ്റ് ചെയ്യുക, കൂടാതെ അത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ ഫംഗ്ഷൻ വരിക. ഇത് ആക്ച്വലി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ കേട്ടോ. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിലാണ് ഈ സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. ഇതിന്റെ ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത് ആരാണ്? യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ അല്ലെ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ് ചെയർമാൻ ഓഫ് ദ സെൻട്രൽ ഹെൽത്ത് ആൻഡ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോ മിനിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ ജഗത് പ്രകാശ് നഡ്ഡയാണ്. ദെൻ ഇനിയും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് മിനിസ്റ്റർ ഓഫ് ആയുഷ് അറിയാമല്ലോ അല്ലെ, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി അല്ലെ, ഇങ്ങനെയുള്ള കുറെ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഒരുമിച്ച് കവർ ചെയ്ത് പറയുന്ന ടേമാണ് ആയുഷ് എന്ന് പറയുന്നത്. സോ ആയുഷിന്റെ മിനിസ്റ്റർ ആരാണ്? ശ്രീ പ്രതാപ് റാവു ഗ്യാൻപത്രോ ജാദവ് അല്ലെ, ശ്രീ പ്രതാപ് റാവു ഗ്യാൻപത്രോ ജാദവ് ആണ് മിനിസ്റ്റർ ഓഫ് ആയുഷ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ മിനിസ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ അബൌട്ട് ഇന്ത്യൻ റെഫറൻസ് വുമൺ കേട്ടോ. അതായത് ഇന്ത്യൻ റെഫറൻസ് വുമണിനെ കുറിച്ച് ശരിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് 3-4 പാരാമീറ്റേഴ്സ് നമ്മൾ ഒരു കാര്യത്തിന്റെ അണ്ടറിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഇതിൽ വരുന്നത് ഏതാണ്, ഇതിൽ വരാത്തത് ഏതാണ്, ട്രൂ ഏതാണ്, ഫോൾസ് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഏജ് 18 to 29 years, then B weight 60 kg, then C work is mainly sedentary, then D
10 hours ഓഫ് occupation. അപ്പൊ ഇതിലെ ഈ റെഫറൻസ് വുമന്റെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഓർക്കുന്നുണ്ടോ? ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് അല്ലെ. ഏജ് 18 to 29 ഇയേഴ്സ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഈ റെഫറൻസ് വുമൺ എന്ന് പറയുക, അതിൽ എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് വരിക നമുക്ക് നോക്കാം. സോ ഇന്ത്യൻ റെഫറൻസ് വുമണിൽ പറയുക ആദ്യമായിട്ട് ഏജ് ആണ്. ഇപ്പൊ ഏജ് ബിറ്റ്വീൻ 18 to 29 ഇയേഴ്സ്, 18 മുതൽ 29 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ആക്ച്വലി ഈ റെഫറൻസ് വുമൺ എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ വരും. നോക്കുക കേട്ടോ. ഏജ് എന്ന് പറയുമ്പോൾ 18 to 29 ഇയേഴ്സ് ആണ്. ദെൻ വെയിറ്റ് ആണെങ്കിലോ 55 kg, 55 കിലോഗ്രാം വെയിറ്റ്. Then height 1.61 meters കേട്ടോ. ഹൈറ്റ് 1.61 meters. Then BMI ആണെങ്കിലോ 21.2 കേട്ടോ. 21.2 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പം ഈ BMIയുടെ വേറൊരു പേരെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ക്യൂട്ടിലെറ്റ് ഇൻഡെക്സ് അല്ലെ, ക്യൂട്ടിലെറ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇതാണ് BMIയുടെ വേറെ ഒരു പേരായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ. BMI 21.2 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ദെൻ കൂടാതെ ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ് വർക്ക് കേട്ടോ. അതായത് റെഫറൻസ് വുമൺ എന്ന് പറയുന്നത്, റെഫറൻസ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ശരിക്കും ഉള്ള ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, ഇതുപോലെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലെ, അതാണ് റെഫറൻസ് വുമൺ എന്ന് പറയുക. സോ ഷീ ഷുഡ് ബി ഫ്രീ ഫ്രം ഡിസീസ് കേട്ടോ. അസുഖത്തിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. കൂടാതെ ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ് വർക്ക് കേട്ടോ. ആക്റ്റീവ് വർക്ക് ചെയ്യാനായിട്ട് ഫിസിക്കലി ഫിറ്റും ആയിരിക്കണം. ദെൻ 8 hours വർക്ക് പെർ ഡേ കേട്ടോ. ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ജോലിയും ചെയ്യാൻ കഴിയിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെഫറൻസ് വുമന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്ക് ആക്ച്വലി ഇന്ത്യൻ റെഫറൻസ് മാന്റെ ക്രൈറ്റീരിയ പറയാം കേട്ടോ. ഇന്ത്യൻ റെഫറൻസ് മാന്റെ ക്രൈറ്റീരിയ പറയാം. അപ്പൊ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരിക. ഒന്നാമതായിട്ട് വരുന്നത് ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18 to 29 ഇയേഴ്സ് കേട്ടോ. 18 മുതൽ 29 വയസ്സ് വരെയാണ് ഏജ് പറയുക. എന്താണ്? റെഫറൻസ് മാന്റെ ഏജ് പറയുക. വെയിറ്റ് ആണെങ്കിലോ 60 kg. ദെൻ ഹൈറ്റ് 1.73 meters. ദെൻ BMI കുറച്ചുകൂടെ കുറവാണ്, 20.3 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ലെ. 20.3 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ബാക്കി രണ്ട് കാര്യവും സെയിം ആണ്. ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ ആക്റ്റീവ് വർക്ക്. കൂടാതെ 8 hours വർക്ക് പെർ ഡേ. അപ്പൊ ഇതാണ് ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ റെഫറൻസ് മാന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വുമൺ ചോദിച്ചത് കാരണം വേണമെങ്കിൽ ഇപ്പൊ മാനും ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയില് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാനായിട്ടുള്ള മോസ്റ്റ് കോമൺ കോസ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലെ. ഓപ്ഷൻ എ ട്രക്കോമ, ഓപ്ഷൻ ബി കാട്രാക്ട്, ദെൻ ഓപ്ഷൻ സി റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അപ്പൊ ഇതിൽ ഏതാണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ അല്ലെ? എന്താണ് കറക്റ്റ് ആൻസർ? ട്രക്കോമയാണോ? ട്രക്കോമ എന്താണ്? ആക്ച്വലി അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് അല്ലെ. അതായത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഡിസീസ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. കാട്രാക്ട്, ട്രക്കോമ. ദെൻ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്താണ്? റിഫ്രാക്റ്റീവ് എറേഴ്സ് നമ്മൾ സാധാരണ ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അസ്റ്റിഗ്മാറ്റിസം. സോ ഇതൊക്കെ ആക്ച്വലി എന്താ? റിഫ്രാക്ഷന്റെ ഇറർ കൊണ്ട് അല്ലെങ്കിൽ റിഫ്രാക്ഷന്റെ അബ്നോർമാലിറ്റി കൊണ്ട് വരുന്നതാണ് ഈ റിഫ്രാക്റ്റീവ് ഇറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇറേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. സോ ഈ മൂന്ന് നോക്കിക്കുക. ഒന്ന് ട്രക്കോമ ഞാൻ പറഞ്ഞെന്താണ്? അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. റിഫ്രാക്റ്റീവ് ഇറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് റിഫ്രാക്ഷന്റെ അബ്നോർമാലിറ്റി കൊണ്ടുവരുന്ന അസുഖം, അതായത് ഷോർട്ട് സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ് എന്നൊക്കെ പറയുന്നതാണ് ഈ റിഫ്രാക്റ്റീവ് ഇറേഴ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാലോ നമ്മുടെ വൈറ്റമിൻ എയുടെ കുറവ് കാരണം വരുന്ന അസുഖങ്ങൾ അല്ലെ, അതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഓപ്ഷൻ ബി അല്ലെ, കാട്രാക്ട് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. നമുക്ക് ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പം ടോപ്പ് 3 കോസസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്ന് കാട്രാക്ട് ആണ്, രണ്ടാമത്തേത് റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്, മൂന്നാമത്തേത് ഗ്ലോക്കോമ അല്ലെ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? IOP, അതായത് ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലോക്കോമ എന്ന് പറയുക കേട്ടോ. ഗ്ലോക്കോമ എന്ന് പറയുക. നെക്സ്റ്റ്, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓപ്ഷൻസ് അനലൈസ് ചെയ്തിട്ടാണ് പഠിക്കുക. ഈ സേഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആക്ച്വലി നമ്മുടെ ട്രക്കോമ എലിമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടെർമിനോളജി ആണ്.
സേഫ് സ്ട്രാറ്റജി ചോദിക്കാം കേട്ടോ. സേഫ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു വിച്ച് ഡിസീസ് കണ്ടീഷൻ എന്ന് ചോദിക്കാം. ഏത് ഡിസീസ് കണ്ടീഷൻ ആണ്? ട്രക്കോമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സ്ട്രാറ്റജിയാണ് സേഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ സേഫ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഡെവലപ്ഡ് ബൈ WHO അല്ലെ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ സേഫ് സ്ട്രാറ്റജി എന്താ ഡെവലപ്പ് ചെയ്തത്. എന്തിനായിരുന്നു? ടു എലിമിനേറ്റ് ട്രക്കോമയെ എലിമിനേറ്റ് ചെയ്യാനാണ് ഈ സേഫ് സ്ട്രാറ്റജി നമ്മുടെ WHO ഡെവലപ്പ് ചെയ്തത് എന്ന് കൂടി ഓർക്കാം. ഇനി ചോദിക്കാവുന്നത് ഈ സേഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിന് 4 സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് സേഫ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാവേ. അപ്പൊ S സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സർജറി ഫോർ ട്രൈക്കിയാസിസ് കേട്ടോ. ട്രൈക്കിയാസിസ് എന്ന കണ്ടീഷന്റെ സർജറിയാണ് എസ് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ട്രൈക്കിയാസിസ് എന്ന് പറയുക? ട്രൈക്കിയാസിസ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ഇൻ ഓഫ് നമ്മുടെ ഐലാഷസ്. നമ്മുടെ ഐലാഷസ് എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. സാധാരണ ഐലാഷസ് അവിടെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുക, ഇവിടെ എന്താണ് ഐലാഷസ് ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ എന്താണ് അത്? കോർണിയ ഇറിറ്റേറ്റ് ചെയ്യാം, കോർണിയയിൽ അൾസറേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ട്രൈക്കിയാസിസ് ഉണ്ടെങ്കിൽ അത് സർജിക്കലി കറക്റ്റ് ചെയ്യുക. Next is A for ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ATM അല്ലെങ്കിൽ അസിത്രോമൈസിൻ ആണ് പറയുക കേട്ടോ. ആന്റിബയോട്ടിക്സ് അസിത്രോമൈസിൻ ആണ് പറയുക. എന്തിനാണ്? ടു ട്രീറ്റ് ക്ലമീഡിയ ട്രക്കോമാറ്റിസ്. അതായത് ഈ ട്രക്കോമ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പേരെന്താണ്? ക്ലമീഡിയ ട്രക്കോമാറ്റിസ് കേട്ടോ. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് ആണ് നമ്മുടെ ക്ലമീഡിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷ്യസ് ഏജന്റിന്റെ പേര്. സോ ഈ ക്ലമീഡിയ ട്രക്കോമാറ്റിസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള അസിത്രോമൈസിൻ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ എന്തായിരുന്നു? F അല്ലെ. F സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഫേഷ്യൽ ക്ലെൻലിനെസ്. നമ്മുടെ മുഖം എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ആക്ച്വലി സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഐ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി അല്ലെ, ഐ ഇൻഫെക്ഷൻ ഉള്ള വ്യക്തിക്ക് എന്താണ് ധാരാളമായിട്ട് ഐ ഡിസ്ചാർജസ് ഉണ്ടാവും അല്ലെ. അപ്പം ഡിസ്ചാർജ് പസ് കളക്ഷൻ ഒക്കെ കണ്ണിലുണ്ടാവും. സോ ഫേസ് ക്ലീൻ ആയിട്ടിരുന്നില്ലെങ്കിൽ എന്താ സംഭവം? ഈ മൈക്രോ ഓർഗാനിസംസ് കൂടാതെ പല ഫ്ലൈസും ഒക്കെ വന്നിട്ട് നമ്മുടെ കണ്ണിൽ ഇരിക്കാനും ആ കണ്ണിൽ നിന്ന് രോഗാണുവിനെ വേറൊരു ആളുടെ കണ്ണിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഈ ഫ്ലൈസ് കാരണമാകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഫേഷ്യൽ ക്ലെൻലിനെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുക കേട്ടോ. അത് ഈ ട്രക്കോമ എലിമിനേഷന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? E stands for environmental improvement. ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുക? നമ്മൾ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. സോ ഇത്രയാണ് നമ്മുടെ സേഫ് സ്ട്രാറ്റജിയിൽ വരുന്നത് കേട്ടോ. ഇനി ആക്ച്വലി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ആക്ച്വലി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ടർ കൂടെ ഉണ്ടായിരുന്നു. സോ അതിനെ കുറിച്ച് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അപ്പൊ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ഉണ്ട് അല്ലെ. വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് നമ്മൾ എപ്പോഴാണ് കൊടുത്തു തുടങ്ങുക? എങ്ങനെയാണ് കൊടുത്തു തുടങ്ങുക? വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് നമ്മൾ എന്താണ്? ഓറലി ആണ് കൊടുക്കുക അല്ലെ. ഓറലി ആണ് കൊടുക്കുക. സോ അതില് എപ്പോഴാണ് നമ്മൾ കൊടുത്തു തുടങ്ങുക? കുഞ്ഞിന് 9 months. അപ്പൊ നമ്മുടെ ആക്ച്വലി ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂളിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്താ? വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ അല്ലെ. ഇത് ആക്ച്വലി 9 months ആകുമ്പോൾ നമ്മൾ കൊടുത്തു തുടങ്ങുന്നു, ഓറൽ ആണ് കൊടുക്കുക. അപ്പൊ ചോദിക്കാം 9 months നമ്മൾ എത്ര ഡോസാ കൊടുക്കുക? 1 lakh കേട്ടോ. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് കേട്ടോ. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ ഓറലി കൊടുക്കുക. അത് ആക്ച്വലി ഒരു 1 teaspoon ഉണ്ടാവും കേട്ടോ. 1 teaspoon ഉണ്ടാവേ. സോ ഇതാണ് 9 months കൊടുക്കുക. അതിനുശേഷമാണെങ്കിലോ ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ അഡീഷണൽ ഡോസ് അല്ലെങ്കിൽ ഓരോ ഡോസ് വൈറ്റമിൻ എ നമ്മൾ കൊടുത്തിരിക്കണം. സോ 9 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 6 മാസവും കേട്ടോ, എവരി 6 months ഓരോ 6 മാസവും എന്ത് ചെയ്യണം? നമ്മൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കണം. ടിൽ എത്രയാണ്? 5 years വരെ കേട്ടോ. ടിൽ 5 years. കുഞ്ഞിന് 5 വയസ്സാകുന്നത് വരെ നമ്മൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കണം. അപ്പോൾ ഈ 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് അപ്പൊ 12 1 15 അല്ലെ. 15 മാസം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ സെക്കൻഡ് ഡോസ് കൊടുക്കുക അല്ലെ. അപ്പൊ എത്രയായിരിക്കണം ഡോസ് വരിക? സെക്കൻഡ് ഡോസ് ഓൺവേർഡ്സ് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പം സെക്കൻഡ് ഡോസ് ഓൺവേർഡ്സ് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് കൊടുക്കുക. അപ്പൊ ടോട്ടലി ഒരു കുഞ്ഞിന് എത്രയാണ്? 9 ഡോസ് കേട്ടോ. 9 ഡോസ് എന്ത് കിട്ടുന്നു? വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കിട്ടുന്നു എന്ന് കൂടി ഓർക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വൈറ്റമിൻ പ്രൊഫൈലാക്സിസ് നമ്മൾ ഓറലി ആണ് കൊടുക്കുക. 9 monthsലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഡോസേജ് വരുന്നത് 9 months മാത്രം 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് വരിക. അതിനുശേഷം ഓരോ 6 മാസവും കേട്ടോ. അതിനുശേഷം ഓരോ 6 മാസവും നമ്മൾ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്സ് വെച്ചിട്ട് നമ്മൾ 5 വയസ്സ് വരെ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ടോട്ടലി ഒരു കുഞ്ഞിന് 9 ഡോസ്
ഡോസ് ഓഫ് വൈറ്റമിൻ പ്രൊഫൈലാക്സിസ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. സോ അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസിൽ ഫസ്റ്റ് വരുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഏർലി സൈൻ കേട്ടോ, ഏർലി സൈൻ ഓഫ് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. കുഞ്ഞിന് രാത്രിയിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. രണ്ടാമതായിട്ട് വരുന്നത് കൺജങ്ക്റ്റൈവൽ സിറോസിസ്. എന്താണ് കൺജങ്ക്റ്റൈവൽ സിറോസിസ്? കൺജങ്ക്റ്റൈവ ഡ്രൈ ആയി പോകില്ല, അതിനാണ് നമ്മൾ കൺജങ്ക്റ്റൈവൽ സിറോസിസ് എന്ന് പറയുക. മൂന്നാമത്തെ എന്താണ്? ബൈറ്റോഡ് സ്പോട്ട്. എന്താണ് ബൈറ്റോഡ് സ്പോട്ട്? നമ്മുടെ കോർണിയയില് നമ്മുടെ കോർണിയയിൽ എന്താണ് ഒരു ട്രയാങ്കുലർ ഗ്രോത്ത് പോലെ അല്ലെ, ട്രയാങ്കുലർ ഗ്രോത്ത് പോലെ അല്ലെങ്കിൽ ട്രയാങ്കുലർ എൻക്രോച്ച്മെന്റ് ആയിട്ട് കാണും. സോ അതിനാണ് നമ്മൾ ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറയുക. വൈറ്റമിൻ ഡെഫിഷ്യൻസിയിലാണ് അത് വരിക എന്ന് കൂടി ഓർക്കുക. കൂടാതെ കോർണിയൽ സിറോസിസ്, അതായത് കോർണിയയിൽ ഡ്രൈനസ് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് കെരാറ്റോ മലേഷ്യ, അതായത് കോർണിയൽ അൾസറേഷനും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ അല്ലെ. വൈറ്റമിൻ എയുടെ സോഴ്സസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് പറയാം കേട്ടോ. സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ അനിമൽ സോഴ്സസ് ഉണ്ട്, കൂടാതെ പ്ലാന്റ് സോഴ്സസ് ഉണ്ട് കേട്ടോ. ചോദിക്കാവേ ഇതൊക്കെ. അപ്പം അനിമൽ സോഴ്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്റ്റീവ് ഫോം എന്താണെന്ന് ചോദിച്ചെങ്കിൽ എന്ത് പറയും? റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ ആണ് അനിമൽ സോഴ്സിന്റെ ആക്റ്റീവ് ഫോം കേട്ടോ. റെറ്റിനോൾ ആണ് എല്ലിലാണ് ഇരുന്നത്, അനിമൽ എന്നാണ്ട് എല്ലിലാണ് ഇരുന്നത്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അനിമൽ സോഴ്സ് എന്താണ്? റെറ്റിനോൾ ആണ് ആക്റ്റീവ് ഫോം ആയിട്ട് വരിക. സോ ഇതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ലിവർ ആണ് റിച്ചസ്റ്റ് സോഴ്സ്. ചോദിക്കാം കേട്ടോ. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അനിമൽ അല്ലെങ്കിൽ റിച്ചസ്റ്റ് അനിമൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ എന്താണെന്ന് ചോദിച്ചെങ്കിൽ എന്താണ്? ലിവർ ആണ് ആൻസർ. നെക്സ്റ്റ് ഫിഷ് ഓയിൽ കേട്ടോ. ഫിഷ് ഓയിൽ, കൂടാതെ എഗ് യോക്ക്, ദെൻ മിൽക്ക്, ബട്ടർ ഒക്കെ എന്താ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് എന്ന് ഓർക്കുക, അതായത് അനിമൽ സോഴ്സസ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് സോഴ്സസ് എന്തൊക്കെയാണെന്നാണ്. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് സോഴ്സസ്, അതിന്റെ ആക്ച്വലി ഫോം, അതായത് പ്ലാന്റ് സോഴ്സസിലെ വൈറ്റമിൻ എയുടെ ഫോം എന്താണ് വരിക? ബീറ്റാ കരോട്ടിൻ കേട്ടോ. ബീറ്റാ കരോട്ടിൻ ആണ് ഈ പ്ലാന്റ് സോഴ്സസിൽ വരിക. അത് പ്രോ വൈറ്റമിൻ എ, അതായത് വൈറ്റമിൻ എയുടെ പ്ലാന്റ് സോഴ്സിലെ വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആണ് എന്ത്? ബീറ്റാ കരോട്ടിൻ കേട്ടോ. ബീറ്റാ കരോട്ടിൻ എന്താണ്? പ്ലാന്റ് സോഴ്സിലെ വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആണ് ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞു അനിമൽ സോഴ്സിൽ എന്തായിരുന്നു? റെറ്റിനോൾ ആയിരുന്നു ആക്റ്റീവ് ഫോം. ഇവിടെ വരുമ്പോൾ അത് ബീറ്റാ കരോട്ടിൻ ആണ് എന്ന് കൂടി ഓർക്കുക. അപ്പൊ ഇതിന്റെ സോഴ്സസ് അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് ക്യാരറ്റ്സ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മാംഗോ, പപ്പായ ഒക്കെ വൈറ്റമിൻ എയുടെ പ്ലാന്റ് സോഴ്സസ് ആണ് എന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പം ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം നോക്കി പഠിക്കാതെ എന്താ അതിന്റെ ഓപ്ഷൻസും അനലൈസ് ചെയ്ത് ആ ഓപ്ഷൻസിൽ നിന്ന് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇനി ഈ ഏരിയയിൽ നിന്ന് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇപ്പം ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ പോകേണ്ടത്. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ JPHന്റെ റിവിഷൻ ബാച്ച് കേട്ടോ. നമ്മൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. ബാക്കിയുള്ള സ്റ്റുഡൻസിന് ആക്ച്വലി അഡ്മിഷൻ എടുക്കാം. നാളെ മുതലാണ് നമ്മുടെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ.